സെപ്റ്റംബർ 9 രാത്രിയിലെ മദ്രാസ് സെൻട്രൽ ജയിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷ് സൈന്യം പിടികൂടിയ ഏതാനും പോരാളികളെ തൂക്കിലേറ്റാൻ പോകുന്നതിന്റെ തലേ ദിവസം പിറ്റേന്ന് തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന 26 വയസ്സുള്ള മലയാളിയായ ഒരു മുസ്ലിം യുവാവ് തടവറയിലിരുന്ന് തന്റെ പിതാവിനും സഹതടവുകാരനായ സുഹൃത്തിനുമായി ഓരോ കത്തുകൾ എഴുതുകയാണ്. അചഞ്ചലമായ ധൈര്യത്തോടെ മരണത്തെ നേരിട്ട ധീരനായ ആ പോരാളി പിതാവിനുള്ള കത്തിൽ ഇങ്ങനെ എഴുതി: പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടു പിരിയുന്നു. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എന്റെ എളിയ മരണം. ധൈര്യപ്പെടുക. അതെ, റംസാൻ മാസത്തിലെ 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യേ ഞാൻ മരിക്കുന്നു. വന്ധ്യനായ പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരാശ്വാസ വചനവും നിങ്ങളോട് പറയാനില്ല. ഞാൻ നിങ്ങളെ വിട്ടു പിരിയുന്നു. നമുക്ക് മഹ്ശറയിൽ വീണ്ടും കാണാം. എന്നെപ്പറ്റി ദുഃഖിക്കരുതേ. എന്റെ ജീവിതത്തിന്റെ നാടകം അഭിനയിച്ചു തീർക്കുവാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല. തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും. തന്റെ സഹപോരാളിക്ക് എഴുതിയ കത്തിൽ ആ ധീരൻ ഇങ്ങനെ കൂടി എഴുതി: നമ്മുടെ മരണം മറ്റനേകം പേരുടെ ജനനത്തിന് വഴിയൊരുക്കും. എണ്ണമറ്റ വീരന്മാർ, മഹാത്മാക്കളായ ഭാരതപുത്രന്മാർ, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും ത്യജിച്ചവർ ഇതിനകം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ പൂർണ്ണചന്ദ്രന്റെ മുമ്പിൽ വെറും മെഴുകുതിരികൾ. ഉന്നതമായ മൂല്യബോധങ്ങളുടെയും അളവറ്റ ദേശസ്നേഹത്തിന്റെയും അണപൊട്ടിയൊഴുകുന്ന ഈ 2 കത്തുകൾ ചരിത്രത്തിന് സമ്മാനിച്ച് പിറ്റേന്ന് പുലർച്ചെ നിശ്ചയദാർഢ്യത്തോടെ അയാൾ തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങി. അവസാനമായി വല്ല ആഗ്രഹവുമുണ്ടോ എന്ന് ബ്രിട്ടീഷുകാർ ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞു: നിങ്ങൾ ഇന്ത്യൻ ജനതയെ ഹിന്ദുവെന്നും മുസൽമാൻ എന്നുമുള്ള തരത്തിൽ ഭിന്നിപ്പിക്കുകയാണ്. ഞങ്ങളെ തൂക്കിലേറ്റുമ്പോൾ ഈ രാജ്യത്തിന്റെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായി ഞങ്ങളിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചു. പുഞ്ചിരിയോടെ അവർ തൂക്കുമേടയിലേക്ക് കയറി. മുദ്രാവാക്യ മുഖരിതമായ ജയിൽ വളപ്പിൽ നിന്നും ഉച്ചത്തിൽ അലയൊലികൾ ഉയർന്നു: സാമ്രാജ്യത്വം തുലയട്ടെ, ബ്രിട്ടീഷ് ഭരണം അവസാനിക്കട്ടെ. 1943 സെപ്റ്റംബർ 10 റംസാൻ മാസത്തിലെ 7-ാം നാളിലെ വെള്ളിയാഴ്ച ആ ധീരദേശാഭിമാനികൾ രക്തസാക്ഷിത്വം വരിച്ചു. 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അത്യുജ്വലനായ ആ യുവാവിന്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നായിരുന്നു. സ്കൂളുകളിൽ നാം പഠിച്ച സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ വക്കം അബ്ദുൽ ഖാദർ എന്ന പേര് നാം കണ്ടില്ല. ആരാധനയോടെ നാം വാഴ്ത്തുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികകളിലും വക്കം ഖാദർ എന്ന പേര് നാം കാണാറില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ചരിത്ര സ്മാരകങ്ങളില്ല, റോഡുകളില്ല, കെട്ടിടങ്ങളില്ല, ഓർമ്മദിനങ്ങൾ ആചരിക്കാൻ ആൾക്കൂട്ടങ്ങളുമില്ല. വക്കം ഖാദറിനെ പോലെ വരേണ്യ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടാതെ പോയ അനേകം പേരുണ്ട്. ബിർസാ മുണ്ടയെയും ഹിൽക്ക മാഞ്ചിയെയും ബാജി റൌത്തിനെയും പോലുള്ള ആദിവാസി സ്വാതന്ത്ര്യ സമര പോരാളികളെ പോലെ ജാതിയുടെയും വർഗത്തിന്റെയും സാമൂഹിക സാഹചര്യങ്ങളുടെയും പേരിൽ ചരിത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അനേകം പോരാളികൾ. മലബാർ സമരവും വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരുമെല്ലാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കാലത്ത് മലയാളികൾ കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട പേരുകൂടിയാണ് വക്കം ഖാദർ. അത്ഭുതകരമായ ജീവിതം കൊണ്ടും ധീരമായ മരണം കൊണ്ടും ദക്ഷിണേന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കിടയിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട വക്കം ഖാദർ അക്ഷരാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയുടെ ഭഗത് സിംഗ് തന്നെയാണ്. കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആവേശകരമായ ഒരേടാണ് വക്കം അബ്ദുൽ ഖാദറിന്റെ ജീവിതം. എന്നിട്ടും സംഭവബഹുലമായ ആ ധീര ജീവിതത്തിന്റെ ചരിത്രം നമ്മോട് ചോദിക്കുന്നു: ആരാണ് എന്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുന്നതെന്ന്? ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുഖമാകുമായിരുന്ന വക്കം ഖാദറിന്റെ അഭൂതപൂർവമായ ജീവിതം ഇന്ന് വിസ്മൃതിയിലാണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ? ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ വക്കം ഗ്രാമത്തിൽ കടത്തുകാരനായിരുന്ന വാവാ കുഞ്ഞിന്റെയും ഉമ്മു സൽമയുടെയും മകനായി 1917 മെയ് 25-നാണ് അബ്ദുൽ ഖാദർ എന്ന വക്കം ഖാദർ ജനിക്കുന്നത്. ചെറുപ്പത്തിലെ നന്നായി പാട്ടുകൾ പാടിയിരുന്ന, കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചിരുന്ന, അറിവ് കൊണ്ടും കായിക ശേഷി കൊണ്ടും സംസാര രീതി കൊണ്ടും ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്ന ഖാദർ നാട്ടിലും സ്കൂളിലുമെല്ലാം ഹീറോ ആയിരുന്നു. അക്കാലത്ത് വക്കത്ത് നടന്ന ഒരു വർഗീയ ലഹള ഖാദറിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. നിസ്സാരമായ ഒരു തീപ്പൊരി എങ്ങനെയാണ് നാശം വിതയ്ക്കുന്നതെന്ന് ഖാദർ ചിന്തിച്ചു. ബാല്യത്തിൽ തന്നെ യാഥാസ്ഥിതികത്വത്തിനും സമുദായ ഭ്രാന്തിനുമെതിരെ നിലപാടെടുത്ത ഖാദർ എല്ലാ സമുദായത്തിൽപ്പെട്ടവരെയും എല്ലാ ജാതിയിൽപ്പെട്ടവരെയും തന്റെ കൂട്ടുകാരാക്കി മാറ്റി. ചിറയൻകീഴിലും പരിസരങ്ങളിലും അക്കാലത്ത് നടന്ന സ്വാതന്ത്ര്യ സമര യോഗങ്ങളിൽ വിദ്യാർത്ഥിയായിരുന്ന ഖാദർ സജീവമായി പങ്കെടുത്തു. നന്നായി പാടുമായിരുന്ന ഖാദർ ആവേശോജ്വലമായ വിപ്ലവ ഗാനങ്ങൾ കൊണ്ട് സമരസേനാനികളെ പുളകമണിയിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം കുഞ്ഞു ഖാദറിന്റെ സിരകളിൽ തീപിടിപ്പിച്ചു. അക്കാലത്ത് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധി സഞ്ചരിച്ചിരുന്ന ട്രെയിൻ കടക്കാവൂർ സ്റ്റേഷനിൽ നിർത്തിയ സമയത്ത്
വൻ ജനാവലിക്കിടയിലൂടെ ഇടിച്ചു കയറി ഗാന്ധിജിയുടെ കൈകൾ കടന്നു പിടിച്ച് മുത്തം വെച്ച സംഭവം ഖാദറിന് വലിയ അഭിമാനമായിരുന്നു. അക്കാലത്ത് ചിറയൻകീഴ്, കടക്കാവൂർ, വക്കം, കിളിമാനൂർ, ആറ്റിങ്ങൽ, പറവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും യുവാക്കൾ തൊഴിൽ തേടി മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പോകുന്നത് പതിവായിരുന്നു. ഖാദറിനെയും മലേഷ്യയിലേക്ക് അയച്ച് കുടുംബത്തിന്റെ അത്താണിയാക്കാൻ പിതാവും മാതാവും ആഗ്രഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ ജീവിതം സമർപ്പിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ തിര തള്ളുമ്പോഴും കുടുംബത്തിന്റെ സാഹചര്യങ്ങളും പ്രായമായി വരുന്ന പിതാവിന്റെയും മാതാവിന്റെയും ദുഃഖങ്ങളും കണക്കിലെടുത്ത് പ്രവാസിയാകാനായി ഖാദർ തീരുമാനിച്ചു. 1938 ജോലി തേടി ഖാദർ മലേഷ്യയിലേക്ക്. വിദ്യാഭ്യാസ യോഗ്യതയുള്ളതിനാൽ മലേഷ്യയിലെ പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ജോലി ലഭിച്ചെങ്കിലും ഖാദറിലെ വിപ്ലവകാരിക്ക് അധികകാലം അങ്ങനെ തുടരാനായില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ഖാദറിന്റെ മനസ്സിനെ ഇളക്കിമറിച്ചു. മലേഷ്യയിൽ ഒരു ജോലിക്കാരനായി ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടുത്തെ ഇന്ത്യക്കാരുമായി കൂട്ടുചേർന്ന് ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരായി ഇന്ത്യക്കാരെ ഉത്ബോധിതരാക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തു. അന്ന് മലേഷ്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗിൽ ചേർന്ന ഖാദർ പിന്നീട് സംഘത്തിലെ ഉജ്ജ്വല പോരാളിയായി വളർന്നു. അക്കാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന മലേഷ്യയിലെ കേരള മുസ്ലിങ്ങളുടെ കൂട്ടായ്മയായ കേരള മുസ്ലിം യൂണിയന്റെ സെക്രട്ടറിയായും ഖാദർ പ്രവർത്തിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA-യിൽ ചേർന്ന ഖാദർ സേനയുടെ മർമ്മപ്രധാന വിഭാഗത്തിന്റെ ചുമതലക്കാരനായി. INA ഭടന്മാർക്ക് പരിശീലനം നൽകുന്നതിനായി മലേഷ്യയിലെ പെനാങ്ങിൽ രൂപീകരിച്ച സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം INA പോരാളികളുടെ കോർ യൂണിറ്റായ ചാവേർ സ്ക്വാഡിൽ പ്രമുഖനായി ഖാദർ മാറി. ചാവേർ സ്ക്വാഡിൽ ചേരാൻ സന്നദ്ധരായി അന്ന് ആയിരക്കണക്കിന് ദേശാഭിമാനികളായ ഇന്ത്യക്കാരാണ് മുന്നോട്ട് വന്നത്. എന്നാൽ കടുത്ത ഇന്റർവ്യൂവും പരിശീലനവും കഴിഞ്ഞ ശേഷം 33 പേരെ മാത്രമാണ് INA തെരഞ്ഞെടുത്തത്. ഇതിൽ നിന്ന് 20 പേരെയാണ് പിന്നീട് ഇന്ത്യയിലേക്ക് അയച്ചത്. ബ്രിട്ടീഷ് ഭരണം തകർക്കാൻ രഹസ്യ നീക്കത്തിന് INA നിയോഗിച്ച 5 അംഗ സംഘത്തിലെ പ്രധാനിയായി ഖാദർ മാറി. രഹസ്യമായി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ സംഘം തീരുമാനിച്ചു. വക്കം ഖാദർ, അനന്തൻ നായർ, CP ഈപ്പൻ, മുഹമ്മദ് ഖനി, KA ജോർജ് എന്നിവരായിരുന്നു മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ പുറപ്പെട്ട ധീരരായ ആ പോരാളികൾ. 1942 സെപ്റ്റംബർ 18 രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ പെനാങ് തുറമുഖത്ത് നിന്നും ഒരു ജപ്പാനീസ് അന്തർവാഹിനിയിൽ വക്കം ഖാദർ ഉൾപ്പെടെയുള്ള 5 പേർ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ബാരിസ്റ്റർ N രാഘവൻ അവരെ ചേർത്ത് നിർത്തി അവസാനത്തെ ഉപദേശം നൽകി. എരിതീയിൽ വീഴുന്ന ശലഭങ്ങളെ പോലെ മരിക്കരുത്, അനിവാര്യമാണെങ്കിൽ മാത്രം ധീരന്മാരെ പോലെ മരിക്കുക. ഭീതിജനകമായ 9 ദിവസത്തെ സാഹസിക കടൽ യാത്രയ്ക്ക് ശേഷം അവർ കേരള തീരത്തെത്തി. മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്തുള്ള കടലിൽ കരയിൽ നിന്ന് ഏതാണ്ട് 5 മൈൽ അകലത്തിൽ സംഘത്തെ ഇറക്കിവിട്ട ശേഷം അന്തർവാഹിനി തിരികെ പോയി. അന്തർവാഹിനിയിലെ അർദ്ധപട്ടിണിയും വയറിളക്കവും ഛർദിയുമെല്ലാം കൊണ്ടുണ്ടായ ക്ഷീണത്തെയും ചീറിപ്പാഞ്ഞു വന്ന തിരമാലകളെയും അതിജീവിച്ച് അവർ നീന്തി കരപിടിച്ചു. ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലേക്കാണ് നീന്തിയത്. കരയിലെത്തിയ വക്കം ഖാദർ നേരെ ചെന്നുപെട്ടത് ബ്രിട്ടീഷ് കോസ്റ്റൽ പെട്രോളിംഗ് സർവീസിലെ കോൺസ്റ്റബിളിന്റെ മുന്നിലായിരുന്നുവെന്നും ക്ഷീണിച്ച അവശനായിരുന്ന ഖാദറിന് രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നതിനാൽ പിടിയിലകപ്പെട്ടു എന്നുമാണ് ചരിത്രത്തിൽ ചിലയിടത്ത് രേഖപ്പെടുത്തപ്പെട്ടത്. എന്നാൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ട ചില അപരിചിതരെ നാട്ടുകാരിൽ ചിലർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്ന മറ്റൊരു വാദവുമുണ്ട്. ഖാദർ മാത്രമല്ല, കരയിലെത്തിയ സംഘത്തിലെ മറ്റുള്ളവരും അന്ന് പിടിക്കപ്പെട്ടിരുന്നു. പട്ടാളം പിടികൂടിയ സംഘത്തെ മലബാർ പോലീസിന് കൈമാറി. അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനമായിരുന്നു കസ്റ്റഡിയിൽ വെച്ച് വക്കം ഖാദറിനും സംഘത്തിനും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇവരെ ആദ്യം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ 8 കാലുകൾ ചങ്ങലക്കിട്ട് കയ്യിൽ വിലങ്ങണിയിച്ച് പ്രത്യേക തീവണ്ടിയിൽ മദ്രാസിലേക്ക്. ഏഷ്യയിലെ അക്കാലത്തെ ഏറ്റവും വലിയ തടവറകളിലൊന്നായ സെന്റ് ജോർജ് കോട്ടയിലേക്കാണ് INA ഭടന്മാർ എത്തിക്കപ്പെട്ടത്. ഇരുട്ട് നിറഞ്ഞ ഏകാന്ത തടവറയിൽ രാവിലെ ഒരു നേരം മാത്രമായിരുന്നു വാതിൽ തുറന്നിരുന്നത്. ജയിലിൽ വെച്ചാണ് ഖാദർ അറിയുന്നത് മലേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ചാവേർ സ്ക്വാഡിലെ 4 ഗ്രൂപ്പിലെ 20 പേരെയും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പിടികൂടിയിട്ടുണ്ടെന്നും അവരെല്ലാം ഇതേ ജയിലിലുണ്ടെന്നും. 1943 ജനുവരി 17 INA പോരാളികളെ സെന്റ് ജോർജ് കോട്ടയിൽ നിന്ന് മദ്രാസ് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 4.5 വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കായി അന്യരാജ്യത്തേക്ക് പറഞ്ഞയച്ച തന്റെ പ്രിയപുത്രനെ കാണാനായി വൃദ്ധനായ വാവക്കുഞ്ഞ് മദ്രാസ് സെൻട്രൽ ജയിലിലെത്തി. പൊട്ടിക്കരഞ്ഞ ബാപ്പയോട് ഞാൻ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാണെന്നും ബ്രിട്ടീഷുകാരോട് മാപ്പിരുന്നുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട ബാപ്പ എന്നുമാണ് ഖാദർ പറഞ്ഞത്. 1943 മാർച്ച് 8 സെൻട്രൽ ജയിലിലെ ഒരു ഹാൾ രഹസ്യ കോടതി മുറിയായി. INA പോരാളികളായ വക്കം ഖാദർ, അനന്തൻ നായർ, ബർദാൻ, ബോണിഫൈസ്, ഫൗജ സിംഗ് എന്നിവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ പ്രജയായ ബോണിഫൈസിനെ മറ്റൊരു നാട്ടുരാജ്യമായ ബറോഡയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് എന്നതിനാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അധികാരമില്ല എന്ന സാങ്കേതികത്വത്തിലൂടെ തൂക്കുമരത്തിൽ നിന്ന് ആ കണിയാപുരത്തുകാരൻ രക്ഷപ്പെട്ടു. പിടിക്കപ്പെട്ട മറ്റു പ്രതികളുടെ കുറ്റം തെളിയിക്കാൻ ബ്രിട്ടീഷ് കോടതിക്ക് സാധിച്ചതുമില്ല. വേണമെങ്കിൽ ശുപാർശ കൊണ്ടും മാപ്പപേക്ഷ കൊണ്ടും വധശിക്ഷയിൽ നിന്നും വിടുതൽ നേടാവുന്ന സാഹചര്യം വക്കം ഖാദറിനുണ്ടായിരുന്നു. പക്ഷേ മരണത്തെ ഭയന്ന് ബ്രിട്ടീഷുകാരോട് വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ 1943 സെപ്റ്റംബർ 10
വക്കം അബ്ദുൽ ഖാദറിനെയും സംഘത്തെയും